പാണക്കാട് സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെ പെരുമാറുന്നുവെന്ന പരാമർശത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. പരാമർശം വ്യക്തിപരമല്ലെന്ന് പിണറായി വിജയൻ. മുസ്ലിം ലീഗ് പ്രസിഡന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടല്ല സാദിഖങ്ങൾ സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി. LDFന്റെ തെരഞ്ഞെടുപ്പ് പരസ്യത്തിന് അനുമതി തേടിയിരുന്നുവെന്ന് മന്ത്രി MP രാജേഷ്. സിറാജ്, സുപ്രഭാതം ദിനപത്രങ്ങൾക്കൊപ്പം മാതൃഭൂമി, ഹിന്ദു പത്രങ്ങൾക്കും പരസ്യം നൽകിയിരുന്നു. SDPI, ഷാഫി, സന്ദീപ് വാര്യർ സഖ്യമാണ് പാലക്കാടുള്ളതെന്ന ആരോപണം. സന്ദീപ് വാര്യരുടെ പഴയ പ്രസ്താവനകൾ ചൂണ്ടിക്കാട്ടിയുള്ള LDF പരസ്യത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി UDF നേതാക്കൾ. പാലക്കാട് നാളെ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലേക്ക്. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. അവസാനവട്ട വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ. മഹാരാഷ്ട്രയിൽ വോട്ടിന് നോട്ട് ആരോപണം. BJP നേതാക്കൾ പാൽഘർ ജില്ലയിലെ വിരാറിൽ 5 കോടി വിതരണം ചെയ്തതായി പരാതി. BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവട ഉൾപ്പെടെയുള്ള നേതാക്കളെ ഹോട്ടലിൽ തടഞ്ഞുവെച്ച് പ്രാദേശിക പാർട്ടികൾ. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് കോൺഗ്രസ്. കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാതായ വിജയലക്ഷ്മിയുടെ മൃതദേഹം അമ്പലപ്പുഴ കരൂരിൽ കുഴിച്ചിട്ട നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് സുഹൃത്ത് അമ്പലപ്പുഴ സ്വദേശി ജയചന്ദ്രന്റെ വീടിന് സമീപം. ജയചന്ദ്രൻ കസ്റ്റഡിയിൽ. കൊലപ്പെടുത്തിയത് തലയ്ക്ക് വെട്ടിയെന്ന് മൊഴി. വിജയലക്ഷ്മിയെ കാണാതായത് ഈ മാസം 6-ാം തീയതി. നാട് മുഴുവൻ ഒലിച്ചുപോയി എന്നൊന്നും പറയരുത്. ഒരു പഞ്ചായത്തിലെ 3 വാർഡ്. നാട് മുഴുവൻ എന്നുള്ള വാക്കിനോട് തന്നെ എൻ്റെ ഇത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ നിസാരവൽക്കരിച്ച് BJP നേതാവ് V മുരളീധരൻ. ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയെന്ന് പറയുന്നത് തെറ്റ്. തകർന്നത് ഒരു പഞ്ചായത്തിലെ 3 വാർഡുകൾ മാത്രമെന്നും മുരളീധരൻ. LDF UDF ഹർത്താലിൽ നിശ്ചലമായി വയനാട്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് പരാതി നൽകിയതിലെ കാലതാമസം പരിഗണിച്ച്. അറസ്റ്റ് ചെയ്താൽ വിട്ടയക്കണം. അന്വേഷണത്തോട് സഹകരിക്കണമെന്നും പാസ്പോർട്ട് ഹാജരാക്കണമെന്നും സിദ്ദിഖിന് നിർദ്ദേശം.